ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുന്തിരി ജ്യൂസിന്റെ വീഡിയോ ആണ്. നമ്മളെല്ലാവരും മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എൻ്റെതായ രീതിയിലൊരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുവാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ജ്യൂസ് മുന്തിരി വാങ്ങിച്ച് നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂറോളം ഇത് ഉപ്പുവെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അത് 2-3 പ്രാവശ്യം കഴുകി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. മുന്തിരി നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനകത്ത് 2 കഷ്ണം കറുവാപ്പട്ടയും ഒരു തരി ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇത് ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇതിലേക്ക് ഇടുവാണ്. ഇത് നമുക്കിതൊന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. മുന്തിരി നമ്മൾ തിളപ്പിച്ച് തണുക്കാനായി വെച്ചിരുന്നു. അത് നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. അതിനോടൊപ്പം തന്നെ മുന്തിരിയുടെ കുറച്ച് പൾപ്പ് മാത്രമായിട്ട് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് എന്താ ചെയ്യണമെന്ന് നമുക്ക് ലാസ്റ്റ് ചെയ്യണം. കുറച്ച് ഐസ് ക്യൂബ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ്. തിളപ്പിച്ചാറിയിരിക്കുന്ന മുന്തിരി നമ്മൾ ഈ ജാറിലേക്ക് ചേർക്കുവാണ്. മധുരത്തിനായി ഞാൻ ഇതിലേക്ക് തേനാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അരിച്ചെടുക്കാം. നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെയും മനസ്സെയും ഒരുപോലെ തണുപ്പിക്കുന്ന ഒരു അടിപൊളി മുന്തിരി ജ്യൂസാണ്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മുന്തിരിയുടെ കാമ്പാണ്. ഇതൊന്ന് കടിക്കുമ്പോഴേക്കും അടിപൊളിയാണ്. ഏലക്കായുടെയും കറുവാപ്പട്ടയും ഫ്ലേവർ വരുമ്പോഴേക്കും നമുക്കൊരു വൈനിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. അതിനേക്കാൾ ഉപരി ഇത് വേവിച്ചെടുത്ത മുന്തിരി ആയത് കാരണം നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കിട്ടുന്നത്. ഇപ്രാവശ്യം കുടിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും.